പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെയും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെയും പ്രസ്താവനകൾ വന്നിട്ടുണ്ട്. രണ്ട് പ്രസ്താവനകളും പ്രേക്ഷകർ അറിയേണ്ടതാണ്. എന്തുകൊണ്ട് അവർ ഇന്നെടുക്കുന്ന നിലപാട് എന്ത്, ഇന്നലെ എടുത്ത നിലപാട് എന്ത് എന്ന് അറിയണമെങ്കിൽ പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവന വയനാടിന് സാമ്പത്തിക പാക്കേജിന് പകരം വായ്പ, കേന്ദ്ര സർക്കാർ നിലപാട് കേരളത്തോടുള്ള വെല്ലുവിളിയും പരിഹാസവും വി ഡി സതീശൻ. ഇതാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പ്രസ്താവന. പ്രസ്താവനയിൽ പറയുന്നു, വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായി പ്രത്യേക സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിക്കുന്നതിന് പകരം 529 കോടി 50 ലക്ഷം രൂപ വായ്പ അനുവദിച്ച കേന്ദ്ര സർക്കാർ നടപടി കേരളത്തിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയും പരിഹാസവുമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. കാലിനടിയിലെ മണ്ണ് തന്നെ ഒലിച്ചുപോയി, ജീവനോപാധികൾ നഷ്ടപ്പെട്ട് നിസ്സഹായരായി നിൽക്കുന്ന ഒരു ജനതയെയാണ് വെല്ലുവിളിക്കുന്നതെന്ന് കേന്ദ്ര സർക്കാർ മറക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. രൂക്ഷമായ ഭാഷയിലാണ് സംസാരിച്ചിരിക്കുന്നത്. മുന്നറിയിപ്പാണ് കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നത്. ഇനിയിപ്പോൾ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല എന്താണ് പറഞ്ഞത് എന്ന് കൂടി നോക്കാം. വയനാടിന്റെ പുനർനിർമ്മാണ വായ്പ 1.5 മാസത്തിനുള്ളിൽ ചിലവഴിച്ചു തീർക്കാൻ ആവശ്യപ്പെടുന്നത് കേന്ദ്രത്തിന്റെ പ്രതികാര നടപടി എന്നാണ് രമേശ് ചെന്നിത്തല പ്രസ്താവനയിലൂടെ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രസ്താവന ഇങ്ങനെയാണ്: വയനാടിന്റെ പുനർനിർമ്മാണത്തിന് സഹായം അനുവദിക്കുന്നതിന് പകരം 530 കോടിയുടെ വായ്പ നൽകി 1.5 മാസത്തിനകം ചെലവഴിച്ചു തീർക്കാൻ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെടുന്നത് കേരളത്തിലെ മുഴുവൻ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല. സാധാരണഗതിയിൽ പ്രകൃതിക്ഷോഭങ്ങളിൽപ്പെട്ട് നാശനഷ്ടമുണ്ടാകുന്ന സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ സഹായധനമാണ് നൽകുന്നത്. ഇവിടെ അത് നൽകുന്നതിന് പകരം 50 വർഷത്തെ പലിശരഹിത വായ്പയാണ് അനുവദിച്ചിരിക്കുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന. രണ്ട് നേതാക്കൾ, കോൺഗ്രസിന്റെ UDFന്റെ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾക്ക് വായ തുറക്കാൻ തോന്നിയിട്ടുണ്ട് എന്നർത്ഥം. കഴിഞ്ഞ കുറച്ച് നാളുകളായി കേരളത്തിൽ ഉയർന്നു വരുന്ന ഒരു കാര്യമുണ്ട്, എല്ലാവരും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്. അത് കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന അവഗണന തന്നെയാണ്. വലിയ പ്രതിഷേധം ഉയർന്നു വന്നു. ബജറ്റിൽ കേരളം എന്ന പേരില്ല. ദുരന്തമുണ്ടായ ഘട്ടത്തിൽ പ്രധാനമന്ത്രി നേരിട്ട് വന്നതാണ്. എന്നിട്ട് പോലും ഒരു നയാ പൈസ സഹായം നൽകാൻ തയ്യാറായില്ല, ഒന്നും നൽകിയില്ല. ഇടയ്ക്ക് പറഞ്ഞു കണക്ക് തന്നില്ല എന്നാണ്. എല്ലാ കണക്കുകളും നൽകിയിട്ട് പോലും ഒരു നയാ പൈസ പോലും അനുവദിച്ചില്ല. ഏറ്റവും ഒടുവിൽ ബജറ്റിലെങ്കിലും എന്തെങ്കിലും പ്രഖ്യാപിക്കും എന്ന് കരുതി കാത്തിരുന്നവർക്കും നിരാശയാണ് കേന്ദ്ര സർക്കാർ സമ്മാനിച്ചത്. പക്ഷേ ആ ഘട്ടത്തിലൊന്നും ഒരക്ഷരം വേണ്ടാൻ കേരളത്തിലെ പ്രതിപക്ഷ നേതാക്കൾ തയ്യാറായില്ല. കേരളത്തിൽ നിന്നുള്ള MP-മാർ ലോക്സഭയിൽ എന്തെങ്കിലും ഒരക്ഷരം പറഞ്ഞത് നമ്മൾ കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും പത്രത്തിൽ ഒരു ചിത്രം, ഒരു വാർത്ത വന്നിട്ടുണ്ടോ? MP-മാരുണ്ട്, അവർക്ക് സംസാരിക്കാൻ അവസരം ലഭിക്കാറുമുണ്ട്. പക്ഷേ കേരളത്തെ കുറിച്ച് ഒരക്ഷരം പറയില്ല. ഒരു പ്രതിഷേധവും പാർലമെന്റിൽ ഉണ്ടാക്കിയിട്ടില്ല. കേരളത്തിൽ നിന്ന് വോട്ട് വാങ്ങി ജയിച്ചു പോയവരാണ്. എതിരേറെ പറയുന്നു വയനാടിന്റെ MP ഉണ്ട് പ്രിയങ്ക ഗാന്ധി, എന്ത് ചെയ്തു വയനാടിന് വേണ്ടി എന്ന ചോദ്യം ഉയരുന്നുണ്ട്. മുൻ MP ഉണ്ട് രാഹുൽ ഗാന്ധി, അദ്ദേഹം എന്ത് ചെയ്തു എന്ന ചോദ്യവും പ്രസക്തമാണ്. പക്ഷേ ഒരക്ഷരം മിണ്ടുന്നില്ല. കേരളത്തിന് വേണ്ടി ശബ്ദിക്കാൻ ഈ MP-മാർ ഒന്നും തയ്യാറാകുന്നില്ല എന്നർത്ഥം. അതേസമയം രാജ്യസഭയിലോ വലിയ പ്രതിഷേധമാണ്. ഏറ്റവും ഒടുവിൽ നിർമ്മല സീതാരാമൻ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രസംഗത്തിന്റെ ഓരോ വാചകത്തെയും എടുത്ത് വലിയ വിമർശനം ഉയർത്തിക്കൊണ്ടുവരികയും വലിയ ബഹളമുണ്ടാക്കുകയും അവസാനം സഭാ സമ്മേളനം നിർമ്മല സീതാരാമന്റെ പ്രസംഗം ബഹിഷ്കരിച്ച് പുറത്തു വരികയും ചെയ്തു. രാജ്യസഭയിൽ കേരളത്തിൽ നിന്ന് കൂടുതൽ MP-മാർ ഇടതുപക്ഷത്തിലാണ്. അവിടെ വലിയ പ്രതിഷേധം ഉയരുന്നു. എന്നാൽ ലോക്സഭയിൽ കൂടുതൽ MP-മാർ കോൺഗ്രസിനാണ്, UDFനാണ്. അവിടെ നിശബ്ദത. പക്ഷെ ഇപ്പോൾ ഈ കൊടുംചതി വായ്പ എതിരൊക്കെ ചെയ്തപ്പോൾ ജനരോഷം ഉയരും. UDFനെതിരെ ജനരോഷം ഉയരും, പ്രതിപക്ഷത്തിന് എതിരെ എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ മെല്ലെ ഒന്ന് പ്രസ്താവന ഇറക്കി മുഖം രക്ഷിക്കാനാണോ ശ്രമിച്ചത്? അതല്ല ഈ പറഞ്ഞത് ആത്മാർത്ഥതയോടുകൂടിയാണോ? എങ്കിൽ ഒന്നിച്ചു നിന്ന് കേരളത്തിന്റെ ഒരു ശബ്ദം ഉയർത്താൻ പ്രതിപക്ഷവും ഭരണപക്ഷവും തയ്യാറാകുന്ന ഒരു ഘട്ടത്തിലേക്ക് വരുമോ പ്രതിപക്ഷം എന്ന ചോദ്യമാണ് ഉയരുന്നത്. അതല്ല നേരത്തെ പറഞ്ഞതുപോലെ ഭരണപക്ഷവുമായി ചേർന്ന് സമരം ചെയ്യാൻ ഞങ്ങളില്ല എന്ന നിലപാടായിരിക്കുമോ ഭാവിയിലും എടുക്കുക? അങ്ങനെ എടുത്താൽ ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങൾക്ക് മൂന്നാം വട്ടവും പ്രതിപക്ഷത്തിൽ തന്നെ ഇരിക്കാം.
നമസ്കാരം.